Hi friends, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റും നല്ല ലെയറും ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 4 കപ്പ് ഗോതമ്പ് പൊടി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുവെള്ളമാണ്. നല്ല തിളച്ച ചൂടും വേണ്ട, പറ്റ ചൂട് കുറഞ്ഞതും അല്ല, ഒരു മീഡിയം സൈസ് ചൂടിതിലേക്ക് ചൂടുവെള്ളം കുറച്ച് വീതം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ടിത് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒന്നില്ലെങ്കിൽ ഇത് ഒരു നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമുക്കൊരു പാത്രം കൊണ്ട് മൂടി വെച്ചാലും മതിയാകും. അപ്പം ഞാനൊരു പാത്രം കൊണ്ടാണ് മൂടി വയ്ക്കുന്നത്. ഇനി ഇതൊരു 15 മിനിറ്റ് മുതൽ ഒരു 20-25 മിനിറ്റ് വരെ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, മാവ് നല്ലതായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്ര വലിപ്പമുള്ള പൊറോട്ടയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വലിപ്പം ഉരുളകളെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് 4 കപ്പ് പൊടി കൊണ്ട് നമുക്ക് 10 പൊറോട്ടയ്ക്കുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഓരോന്ന് വീതം എടുത്തിട്ട് പരത്തിയെടുക്കാം. അല്പം ഗോതമ്പ് പൊടി നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഒന്നിട്ടിട്ട് പരത്തിയെടുക്കാം. നമ്മൾ എന്താ പറയുക മൈദമാവ് വെച്ചിട്ട്
നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിന്നായിട്ട് ഒരുപാട് കനം കുറച്ചിട്ട് നമ്മൾ പരത്താറുണ്ട് അല്ലേ? അത് അത്രക്ക് കനം കുറച്ച് നമ്മൾ ഗോതമ്പ് പൊടിക്ക് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് അതിൻ്റെ പ്ലീറ്റ് ഇട്ട് എടുക്കാനായിട്ട് നന്നായിട്ട് നല്ല ഈസി ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴൊന്നും തീരെ ഓയിൽ ചേർത്തിട്ടില്ല. നമ്മളിതിങ്ങനെ മടക്കിയെടുക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഓയിൽ ചേർക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ആ ലെയറൊക്കെ നേരെ തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒരു പിസ്സ കട്ടർ കൊണ്ട് ലൈൻ ഇട്ട് കൊടുക്കുക ചെയ്യണത്. നമുക്ക് മടക്കിയിട്ടും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഒരു ഈസി മെത്തേഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇങ്ങനെ കിട്ടും. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് പൊട്ടിപ്പോകും. ഇപ്പോൾ മൈദമാവ് മാതിരി വലിഞ്ഞ് നിൽക്കില്ലല്ലോ. ഇനി ഇതിനെ നമുക്കിങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതിൻ്റെ ഈ എൻഡ് ഭാഗം ഇതിൻ്റെ അടിയിലേക്ക് കമത്തി കൊടുക്കാം. കണ്ടോ? ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും പരത്തിയെടുക്കാം. ഇനി നമുക്കിത് പിസ്സ കട്ടർ കൊണ്ട് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഇതേപോലെ ഫ്ലീറ്റ് മാതിരി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതുകൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാരിക്കൊക്കെ ഫ്ലീറ്റ് എടുക്കുന്ന മാതിരി ഇതേപോലെ കണ്ടോ? ചെറുതായിട്ടൊന്ന് വലിച്ചെടുക്കാം. പൊട്ടിപ്പോവും കേട്ടോ. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയും ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെയൊക്കെ മുകളിലായിട്ട് ഒരല്പം എണ്ണ കൂടെ ഒന്ന് തടയി കൊടുക്കാം. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഒരല്പം ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം പരത്തിയെടുക്കാം. ഗോതമ്പ് പൊടി ഇടുന്നത് നമ്മൾ ഈ ഫ്ലീറ്റ് പോലെ ഇട്ടത് ആ അടുക്ക് നന്നായിട്ട് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇതേപോലെ ഒരു തവ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയ ഗോതമ്പ് പൊടിയുടെ ഇത് വെച്ച് കൊടുക്കാം. അപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കരുത്. പിന്നെ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞിട്ട് ഒരു ബലം വെച്ച് പോകും.
ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരല്പം ഓയിലോ നെയ്യോ ബട്ടറോ ഏതാ വേണ്ടത് അത് നമുക്ക് അല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഈ പൊറോട്ട അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, അടിക്കാതെ തന്നെ നമുക്കിത് ഒരു ഭാഗം കുറച്ച് വെന്തപ്പോൾ തന്നെ കാണാം നല്ല ലെയർ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതാ നമ്മുടെ ഗോതമ്പ് ലെയർ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോടെ കൂടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി അടുത്തതും പരത്തിയിട്ട് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. നമ്മൾ തൈരൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോതമ്പ് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ലെയർ പോലെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗോതമ്പ് ലെയർ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാസ്ട്രോളിൽ ഇട്ട് വെച്ചത് ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് നല്ല ലെയറായിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇത് ഞാൻ അടിക്കണമെന്നില്ല. ഇത് അടിച്ചില്ലെങ്കിലും നല്ല ലെയറാണ്. വേണമെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ചിട്ട് വെറുതെ ഇങ്ങനെയൊന്ന് തട്ടിക്കൊടുത്താലും മതിയാകും. കണ്ടോ, നല്ല ചൂടാണ്. നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നല്ല ലെയറുമായിട്ടുള്ള അടിപൊളി ഗോതമ്പ് പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.